ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം തന്നെ നമ്മൾ അതിനായിട്ട് വെജിറ്റബിൾസ് ആണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുക്കുംബറും ടൊമാറ്റോയും ഒണിയനും പിന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് നമ്മൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ റോള് ചെയ്യാനായിട്ട് നമ്മൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. 3 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രെഡ് വെച്ചും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കാണാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ 3 ചപ്പാത്തി ഒരുപാടങ്ങ് മൊരിച്ചെടുക്കാതെ പതിയെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ വെജിറ്റബിൾസും ഈവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഒരു 1/4 കപ്പ് ചിക്കൻ വറുത്തതാണ് കേട്ടോ. നമ്മൾ സാധാരണ വറുക്കുന്നത് പോലെ വറുത്തൊന്ന് ഷ്രെഡ് ചെയ്തെടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒന്ന് നല്ല വെറ്റായിട്ടിരിക്കുന്ന പരുവത്തിനുള്ള മയോണൈസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു ഡ്രൈ കൺസിസ്റ്റൻസിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ മയോണൈസ് ചേർക്കുമ്പോഴേക്കും ആ ഒരു ഫില്ലിങ് നല്ല ജ്യൂസി ടെക്സ്ചറിൽ ഇരിക്കുവേ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിയും നമ്മുടെ സോൾട്ടും ഒക്കെ നല്ലതുപോലെ ആ ഒരു ഫില്ലിങ്ങിലൊന്ന് വരാൻ വേണ്ടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണേ. അങ്ങനെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ. റോള് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചപ്പാത്തി എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളമാണ് ഞാനിവിടെ ഒരു ചപ്പാത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ മയോണൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മയോണൈസ് ഞാൻ ചേർക്കുന്നില്ല, നമ്മൾ ഫില്ലിങ്ങിൽ ചേർത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണോളം മയോണൈസ് ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ഒന്ന് ഒരു സൈഡിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ സൈഡ് പോർഷൻ ഒന്ന് മടക്കിയെടുക്കണേ. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് പിന്നെ നമ്മളതൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റോള് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മറിച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാനത് 3 എണ്ണം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ 3 റോളും ഞാനിവിടെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്, നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റോൾ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തി റോളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.